ഹായ് ഫ്രണ്ട്സ്, ഒരു പുതിയ അയൽവാസിയോട് നമ്മൾ വീടൊക്കെ മാറി വരുമ്പോൾ പുതിയ അയൽവാസിയെ കിട്ടുമല്ലോ, അവരോട് എങ്ങനെ ഹിന്ദിയിലും മലയാളത്തിലും സംസാരിക്കാമെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. മക്കൾ എവിടെ പോയി? ബച്ചേ കഹാങ്കെ. ഇതിൻ്റെ ബാക്കി ഭാഗം നമ്മൾ ലാസ്റ്റ് വീഡിയോ ചെയ്തതാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷനിൽ അതവിടെ ഇങ്ങ് തുടങ്ങുന്നത്. മക്കൾ എവിടെ പോയി, ഇതിൻ്റെ ബാക്കി ലാസ്റ്റ് വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ബച്ചേ കഹാങ്കെ എന്ന് പറഞ്ഞാൽ, ബച്ചേ എന്ന് പറഞ്ഞാൽ രണ്ട് കുട്ടികളുള്ളപ്പോഴാണ് ബച്ചേ എന്ന് പറയുന്നത്. ഒരു കുട്ടിയാണെങ്കിൽ ബച്ച, ബച്ച കഹാങ്കെയാ എന്ന് ചോദിക്കും. ഇത് പ്ലൂറൽ ആയതുകൊണ്ട് ബച്ചേ കഹാങ്കെ, കുട്ടികൾ എവിടെ പോയി. രണ്ടച്ഛന്മാർ തമ്മിലുള്ള സംസാരമാണ് കേട്ടോ, ഒന്ന് നാട്ടുകാരനും ഒന്ന് വന്നയാളും. അതാ വരുന്നു. അപ്പോൾ അവർ പുറത്ത് പോയിട്ട് വരികയാണ്, കുട്ടികൾ പുറത്തെന്തോ കാര്യത്തിന് പോയിട്ട് തിരിച്ചു വരിക. യേ രഹ ആത്താഹെ. ആത്താഹെ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആ രഹാഹെ, ആ രഹാഹെ എന്ന് പറയാം. ആത്താഹെ എന്ന് പറഞ്ഞാലും അവിടെ തെറ്റൊന്നുമില്ല കേട്ടോ. യേ രഹ, ഇതാ വരുന്നു. ഐസ്ക്രീം കഴിക്കാൻ പോയതായിരുന്നു. ഐസ്ക്രീം ഖാനെ ഗയാത്ത. ഐസ്ക്രീം ഖാനെ ഗയാത്ത. അവർ കുട്ടികൾ എന്തിനു പോയതാ? ഐസ്ക്രീം കഴിക്കാൻ പോയതാ. അവർ ദൂരെ നാട്ടിൽ നിന്ന് ട്രാൻസ്ഫർ ആയിട്ട് വന്നതാണ്. അപ്പോൾ രാവിലത്തെ കിച്ചണൊന്നും സെറ്റാക്കിയിട്ടുണ്ടാവില്ല, സമയത്തിന് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പം കുട്ടികളുടെ ഫേവറേറ്റ് സാധനമാണല്ലോ ഐസ്ക്രീം. അപ്പം വീട്ടിൽ നിന്ന് പറഞ്ഞു പോയി കാണും, ഞങ്ങൾ പോയിട്ട് ഒരു ഐസ്ക്രീം കഴിച്ചിട്ട് വരട്ടെ. അന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമെങ്കിലോ തപ്പി നടക്കണമെങ്കിലൊക്കെ അവർക്ക് സമയം പിടിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അവർ ഐസ്ക്രീം കഴിച്ചു വരുന്നത്. ഐസ്ക്രീം കഴിക്കാൻ പോയതായിരുന്നു എങ്ങനെ പറയാം? ഐസ്ക്രീം ഖാനെ ഗയാത്ത. ഒരാളാണെങ്കിൽ ഗയാത്ത എന്ന് പറയുന്നത്, രണ്ടുപേരുണ്ടെങ്കിൽ ഖാനെ ഗയത്തെ എന്ന് പറയാം കേട്ടോ. ഐസ്ക്രീം ഖാനെ ഗയത്തെ. ഇവിടെ രണ്ടുപേരുണ്ട്, പക്ഷെ ഒരാളോടാണ് ചോദിച്ചത്, അതാണ് ഇങ്ങനെ ഒരു മറുപടി. അച്ഛൻ മക്കളോട്, ഇത് രാജൻ അങ്കിൾ. അപ്പം മക്കൾ കണ്ടിട്ടില്ലല്ലോ, മക്കളുടെ ആബ്സെൻസിലാണ് ഈ രാജൻ വീട്ടിലേക്ക് കയറി വരുന്നത്. പിത ബച്ചോൻസെ. പിത എന്ന് പറഞ്ഞാൽ അച്ഛൻ, കുട്ടികളുടെ അച്ഛൻ. ബച്ചോൻസെ മക്കളോട്. ഏ രാജൻ അങ്കിൾ ഹേ. ഇത് രാജൻ അങ്കിൾ ആണ്. കുട്ടികൾക്കറിയാത്ത ഒരാൾ നിൽക്കുമ്പോൾ നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കണം ഇല്ലേ. ഇത് രാജൻ അങ്കിളാണ്. പിത ബച്ചോൻസെ, അച്ഛൻ മക്കളോട്. ഇതിൻ്റെ ഈ പാർട്ട് മാത്രം കാണുന്നവർക്ക് ഇത് ചിലപ്പോൾ ഒന്നും മനസ്സിലാവില്ല കേട്ടോ. അപ്പോൾ ലാസ്റ്റ് വീഡിയോ കണ്ടാൽ നിങ്ങൾക്കിത് ശരിക്കും മനസ്സിലാവും, സന്ദർഭം മനസ്സിലാവും. മക്കൾ ഗുഡ് മോർണിംഗ് അങ്കിൾ. അപ്പം പുതിയൊരാളെ കണ്ടാൽ നമ്മൾ ഗുഡ് മോർണിംഗ് പറയുമല്ലോ. അപ്പം കുട്ടികൾ പറയുകയാണ് ഗുഡ് മോർണിംഗ് അങ്കിൾ. തിരിച്ച് അങ്കിളും പറഞ്ഞു കാണും ഗുഡ് മോർണിംഗ് അങ്കിൾ. ഈ ഗുഡ് മോർണിംഗ് നമസ്തേ ഒക്കെ കേട്ട് നിങ്ങൾ ബോറടിച്ച് കാണും, അതുകൊണ്ടാണ് പിന്നെയും റിപ്പീറ്റ് ചെയ്യാത്തത് ഞാൻ. രാജൻ, എന്താ മക്കളുടെ പേര്? ബച്ചോങ്ക നാം ക്യാ ഹേ. രാജൻ ചോദിക്കുകയാണ് മക്കളോട്, ബച്ചോങ്കെ നാം ക്യാ ഹേ. ബച്ചോങ്കെ എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ, നാം ക്യാ ഹേ പേരെന്താണ്, കുട്ടികളുടെ പേരെന്താണ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് മക്കൾ കയറി വരുന്നുണ്ടല്ലോ. ഇയാൾ സംസാരിച്ചുകൊണ്ടിരുന്ന വിജയ് എന്ന് പറഞ്ഞ ആളുടെ മക്കളാണ് കയറി വരുന്നത്. അവർ പത്തനംതിട്ട കോന്നി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് ട്രാൻസ്ഫർ ആയിട്ട് വന്നതാണ്, ബാങ്കിലെ ജോലി നോക്കിയിട്ട്. ഇതൊക്കെ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികളോട് ചോദിക്കുകയാണ് നിങ്ങളുടെ പേരെന്താ. അവർ ഫാമിലിയെ ഏതാണ്ടൊക്കെ അറിഞ്ഞു തുടങ്ങി. ഈ രാജൻ എന്ന് പറഞ്ഞ ആൾ ഫാമിലിയെ നന്നായിട്ട് പരിചയപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അർജുൻ, ഇവൾ വാമിക. അപ്പോൾ ആ ചെക്കൻ പറയാണ്, മക്കൾ മൂത്തവൻ, മേ അർജുൻ ഹൂ ഔർ യേ വാമിക ഹേ. ഞാൻ അർജുനാണ്, മേ ഹും, യേ ഹേ. കണ്ടോ, മേ അർജുൻ ഹൂ എന്ന് പറഞ്ഞാൽ ഞാൻ അർജുനാണ്, ഔർ യേ വാമിക ഹേ, ഇവളുടെ പേര് വാമികയാണ്. ഓക്കെ, മേ അർജുൻ ഹൂ ഔർ യേ വാമിക. ഞാൻ ഈ തരം സെൻറ്റൻസുകളൊക്കെ മീൻസ് ഊഹിച്ചെടുത്തിടുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് സിറ്റുവേഷൻ വന്നാലും സംസാരിക്കാൻ ഉതകുന്ന തരത്തിലുള്ള സെൻറ്റൻസ് തിരഞ്ഞെടുത്തിടുന്നതാണ്. ഐസ്ക്രീം കഴിച്ചോ? ക്യാ ആപ്നെ ഐസ്ക്രീം ഖായി. അപ്പോൾ ഐസ്ക്രീം കഴിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇവർ പുറത്ത് പോയത്. കിട്ടിയോ? രാവിലെ തന്നെ ഐസ്ക്രീം ഉണ്ടാവുമോ? അതൊക്കെ ഒരു സംശയമായിരിക്കും. ഐസ്ക്രീം പാർലറൊക്കെ ആണെങ്കിൽ അവിടെ ഉണ്ടാവും അല്ലേ. ഈ കൊണ്ടുവന്ന് വെക്കുന്നവരൊക്കെ ആണെങ്കിൽ ഏതാണ്ട് ഉച്ചയ്ക്ക് ശേഷമൊക്കെയാണ് ഐസ്ക്രീം കൊണ്ടുവരിക. ക്യാ ആപ്നെ ഐസ്ക്രീം ഖായി. നിങ്ങൾക്ക് ഐസ്ക്രീം കഴിക്കാൻ കിട്ടിയോ? ഐസ്ക്രീം കഴിച്ചോ? നിങ്ങൾ ഐസ്ക്രീം കഴിച്ചോ? പോയതാണെങ്കിലും ചിലപ്പം കിട്ടിയെന്ന് വരില്ലല്ലോ. അമ്മ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും തന്നില്ലേ? അയാൾ ഇവരെ കളിയാക്കി കൊണ്ട് ചോദിക്കട്ടെ, ചെറുതായിട്ട് മക്കളെ എന്നതാക്കുക. ക്യാ മാനെ ആജ് തുമേ നാശ്താനി ഹിന്ദിയാ ക്യാ എന്ന് പറഞ്ഞാൽ അത് ക്വസ്റ്റ്യൻ ആകുമ്പോഴാണ് ക്യാ ഉപയോഗിക്കുന്നത്. മാനെ എന്ന് പറഞ്ഞാൽ അമ്മ. ആജ് ഇന്ന്, തുമേ നിങ്ങൾക്ക്, നാശ്താനി ഹിന്ദിയാ ബ്രേക്ക്ഫാസ്റ്റ് തന്നില്ലേ? ഇന്നമ്മ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും തന്നില്ലേ? അതെന്താ, ഇയാൾക്കും അറിയാം ഇന്നത്തെ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. അവർ യാത്ര ചെയ്ത് വന്നാണ്, ദൂരസ്ഥലത്ത് നിന്ന് വരുവാണ്. അപ്പം കിച്ചണൊന്നും സെറ്റാക്കിയിട്ടുണ്ടാവില്ല. അപ്പം കുട്ടികളോട് തമാശ ചോദിക്കുമ്പോൾ ചോദിക്കുന്നതാണ്, ഇന്നമ്മ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും തന്നില്ലേ. അതെങ്ങനെ ചോദിക്കാം? ക്യാ മാനെ ആജ് തുമേ നാശ്താ നഹീ ദിയാ. ഇത് തിരിച്ചും ചോദിക്കാം, മാനെ ആജ് തുമേ നാശ്താ നഹീ ദിയാ ക്യാ. ആ ക്യാ അവസാനവും എടുത്തിടാൻ പറ്റും. ഓക്കെ. അടുക്കളയൊന്നും സെറ്റാക്കിയിട്ടില്ല. രസോയി സെറ്റ് നീഹി ഹേ. രസോയി എന്ന് പറഞ്ഞാൽ അടുക്കളയാണ്, കിച്ചൺ എന്നും പറയാം. സെറ്റ് നീ എന്ന് പറഞ്ഞാൽ സെറ്റായിട്ടില്ല. സെറ്റാകുക എന്ന് പറഞ്ഞാൽ അടുക്കള വേണ്ട വിധത്തിലുള്ള സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തുക, പാത്രങ്ങളൊക്കെ എടുത്ത് പുറത്ത് വയ്ക്കുക, ഗ്യാസ് ഫിറ്റ് ചെയ്യുക,
അങ്ങനെ എല്ലാം കൂടി വെച്ചിട്ട് നമ്മളൊന്ന് ഒരു റൂം സെറ്റാക്കുന്നില്ലേ, ഈ സെറ്റ് എന്നുള്ള ഇംഗ്ലീഷ് വേർഡ് തന്നെ എടുത്ത് അങ്ങ് ഉപയോഗിച്ചാട്ടോ. രസോയി സെറ്റ് നീ എന്ന് പറഞ്ഞാൽ രസോയി സെറ്റായിട്ടില്ല എന്ന് പറഞ്ഞാൽ കിച്ചൺ ഭക്ഷണം പാകം ചെയ്യാൻ ഉള്ള വിധത്തിൽ തയ്യാറാക്കിയിട്ടില്ല കിച്ചണ്. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ എവിടെയും പോയാലും ആദ്യം തന്നെ തയ്യാറാക്കുക കിച്ചണാണ് അല്ലേ. കിച്ചൺ സെറ്റാക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. രസോയി സെറ്റ് നീ എന്ന് പറഞ്ഞാൽ അടുക്കളയൊന്നും സെറ്റായിട്ടില്ല. അപ്പം ഈ തരം സെൻറ്റൻസ് ഞാൻ ഉപയോഗിക്കുന്ന സെൻറ്റൻസുകളൊക്കെ നിങ്ങളും പറഞ്ഞ് പഠിക്കണം, നന്നായിട്ട് പഠിക്കണം. പിന്നെ മാക്സിമം ഞാൻ ഒരേ പാറ്റേണിൽ നിങ്ങൾക്ക് സർട്ടൻ സെൻറ്റൻസ് മാത്രം വാക്യങ്ങൾ മാത്രം മാറ്റിയിട്ട് കുറേ സെൻറ്റൻസ് ഉണ്ടാക്കാൻ പറ്റുന്ന തരം വേർഡ്സാണ് ഞാൻ സെലക്ട് ചെയ്യാറ്. ഇവിടെ അടുത്തെങ്ങാനും നല്ല ഹോട്ടലുണ്ടോ? ക്യാ യഹാ പാസ് മേ കോയി അച്ഛാ ഹോട്ടൽ ഹേ? ഇവിടെ എന്ന് പറഞ്ഞാൽ യഹാ എന്ന് പറഞ്ഞാൽ ഇവിടെ കേട്ടോ, വഹാ എന്ന് പറഞ്ഞാൽ അവിടെ. ക്യാ യഹാ ഇവിടെ ഉണ്ടോ? അടുത്തെങ്ങാനും, പാസ് മേ നസ്ദീക് മേ എന്നൊക്കെ ചോദിക്കാം കേട്ടോ. പാസ് നസ്ദീക് എന്നൊക്കെ പറഞ്ഞാൽ അടുത്ത് നിന്നുള്ളതാണ് അർത്ഥം. കോയി അച്ഛാ ഹോട്ടൽ ഏതെങ്കിലും നല്ല ഹോട്ടലുണ്ടോ? ക്യാ യഹാ പാസ് മേ കോയി അച്ഛാ ഹോട്ടൽ ഹേ? ഇവിടെ അടുത്തെങ്ങാനും നല്ല ഹോട്ടൽ ഉണ്ടോ? അതാണ് ചോദ്യം. ഇവിടെ അടുത്തെങ്ങാനും നല്ല ഹോട്ടൽ ഉണ്ടോ? ഉണ്ടല്ലോ, തൊട്ടടുത്ത് തന്നെയാണ്. ഹേ നാ ടീക്ക് ബഗൽ മേ ഹേ? ടീക്ക് ബഗൽ മേ ഹേ എന്ന് പറഞ്ഞാൽ അടുത്ത് തന്നെ ഉണ്ട്, നല്ല ഹോട്ടലുണ്ട്, അടുത്ത് തന്നെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ സാധാരണ ഒരു കോൺവെർസേഷനിൽ ഉൾപ്പെടുത്താൻ പറ്റിയ സെൻറ്റൻസുകളാണ്. ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഹേ നാ. ടീക്ക് ബഗൽ മേ എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ ഉണ്ട്, അധികം ദൂരമൊന്നും നടന്നു പോകണ്ട, തൊട്ടടുത്ത് തന്നെ ഹോട്ടലുണ്ട്. അപ്പം അത്യാവശ്യമുള്ളൊരു കാര്യമാണല്ലോ ഹോട്ടൽ. അടുത്ത് തന്നെ ഒരു ഹോട്ടലൊക്കെ ഉണ്ടെന്ന് പറയാൻ നല്ലൊരു സുഖമാണല്ലോ. ഒരു നേരം ഭക്ഷണം പാകം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും പട്ടിണി കിടക്കേണ്ടി വരില്ല. എന്താ കഴിക്കേണ്ടത്? ഖാനേക്കിലെ ക്യാ ചാഹിയേ? ഇത് രാജൻ ചോദിക്കാണ് കേട്ടോ, ഗസ്റ്റ്. അവിടെ കയറി വന്ന ഗസ്റ്റാണ് ചോദിക്കുന്നത് എന്താ കഴിക്കേണ്ടത്? ഖാനേക്കിലെ ക്യാ ചാഹിയേ? ഭക്ഷണത്തിന് നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? അപ്പം എന്തൊക്കെ കിട്ടും എന്നുള്ളത് അയാൾക്കാണല്ലോ നന്നായിട്ട് അറിയാൻ പറ്റുന്നത്, രാജനാണ് നന്നായിട്ട് അറിയാം. മറ്റേ ആൾ പുതിയത് വന്നല്ലേ, ഈ ഹോട്ടലിൽ എന്തൊക്കെ കിട്ടും എന്നുള്ളത് പോകാതെ തന്നെ രാജന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഖാനേക്കേലിയെ ക്യാ ചാഹിയേ? കഴിക്കാൻ എന്താണ് വേണ്ടത്? ഖാനേക്കേലിയെ കഴിക്കാൻ, ഭക്ഷിക്കാൻ. ക്യാ ചാഹിയേ എന്ത് വേണം? ഓക്കെ, ഖാനേക്കേലിയെ ക്യാ ചാഹിയേ. കുടിക്കാൻ എന്താ വേണമെങ്കിൽ എങ്ങനെ ചോദിക്കുക? പീനേക്കേലിയെ ക്യാ ചാഹിയേ? കുടിക്കാൻ എന്ത് വേണം? പീനേക്കേലിയെ ക്യാ ചാഹിയേ? ഞാൻ പോയി വാങ്ങിയിട്ട് വരാം. മേ ജാക്കർ ലേ ആവുക. അപ്പോൾ അതൊരു ആശ്വാസമായില്ലേ, വന്ന് നമ്മൾ വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ നമുക്കുള്ളൊന്നും കുളിച്ചിട്ടുണ്ടാവില്ല, ഫ്രഷ് ആയിട്ടുണ്ടാവില്ല, ഡ്രസ്സൊന്നും നല്ലത് പുറത്തുണ്ടാവില്ല, അയൺ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഒരാൾ പറയാം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങി കൊണ്ടുതരാം, എന്തൊരു ആശ്വാസം അത്. മേ ജാക്കർ ലേ ആവുക, ഞാൻ പോയിട്ട് വാങ്ങിക്കൊണ്ടുവരാം, ഞാൻ പോയി വാങ്ങിയിട്ട് വരാം. ഇങ്ങനെ ഹിന്ദി പറയാം, മേ ജാക്കർ ഞാൻ പോയി, ലേ ആവുക എന്ന് കൊണ്ടുവരാം, വാങ്ങിക്കൊണ്ടുവരാം. ഖരീദ് കർ ലേ ആവുക എന്നും പറയാം, വെറും ലേ ആവുക എന്ന് പറഞ്ഞാലും ശരിയാണ്. മേ ജാക്കർ ലേ ആവുക, ഞാൻ പോയിട്ട് കൊണ്ടുവരാം. അയ്യോ ബുദ്ധിമുട്ടേണ്ട, അരേ പരേശാൻ മത്തോ. പരേശാൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുന്നതിനാണ്. എന്തെങ്കിലും ടഫ് സിറ്റുവേഷൻ നമുക്ക് ഫേസ് ചെയ്യുന്നതിനാണ് നമ്മൾ പരേശാൻ എന്ന് പറയുക. അരേ പരേശാൻ മത്തോ, അരേ ബുദ്ധിമുട്ടണ്ട, അയ്യോ നിങ്ങൾ ബുദ്ധിമുട്ടണ്ട, താങ്കൾ ബുദ്ധിമുട്ടണ്ട, അങ്ങനെ പറയാം. പരേശാൻ മത്തോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബുദ്ധിമുട്ടണ്ട, അല്ലെങ്കിൽ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, ഞങ്ങൾ പോയി വാങ്ങിക്കോളാം എന്നുള്ള. ഒരു പുതിയ ആളല്ലേ, ഇയാളെ എങ്ങനെയാണ് നമ്മൾ വന്ന ഉടനെ തന്നെ ഒരു വർക്ക് ഏൽപ്പിക്കുന്നത്? അരേ പരേശാൻ മത്തോ, ബുദ്ധിമുട്ടൊന്നുമില്ല, കോയി പരേശാനി നീ. അപ്പോൾ രാജൻ പറയാണ് ബുദ്ധിമുട്ടൊന്നുമില്ല, അതെങ്ങനെ പറയുക? കോയി പരേശാനി നീ, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, അല്ലെങ്കിൽ ഞാൻ വെറുതെ നിൽക്കല്ലേ, അല്ലെങ്കിൽ ഞാൻ ഇവിടുത്തുകാരനല്ലേ, നിങ്ങളല്ലേ പുതിയത് വന്നത്, അപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല എന്നുള്ള അറിയിക്കുന്നതാണ് കോയി പരേശാനി നീ, ഒരു പരേശാനിയും ഇല്ല. നല്ല ബ്രെഡും ഓംലെറ്റും കിട്ടും. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ പറയാം, ഹോട്ടലിൽ എന്താ നന്നായിട്ട് കിട്ടുന്നുള്ളത്. ആപ്പോ ബിഡിയ ബ്രെഡ് ഓംലെറ്റ് മിലേഗ. ബിഡിയ എന്ന് പറഞ്ഞാൽ നല്ല, ഉത്തമമായ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള. ബ്രെഡ് ഓംലെറ്റ് മിലേഗ എന്ന് പറഞ്ഞാൽ ബ്രെഡും ഓംലെറ്റും കിട്ടും. ആപ്കോ താങ്കൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ബിഡിയ ബ്രെഡ് ഓംലെറ്റ് മിലേഗ, നല്ല നല്ല ക്വാളിറ്റി ബ്രെഡും ഓംലെറ്റും കിട്ടും. അതായിരിക്കും അവിടുത്തെ നല്ല ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അതാണ് വിജയനോട് പറയുന്നത്, ആ ഹോട്ടലിൽ നല്ല ബ്രെഡും ഓംലെറ്റും കിട്ടും, അത് മതിയോ എന്നാണ് ചോദിക്കുന്നത്. ഇയാൾ പോയിട്ട് വാങ്ങിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ, അപ്പം ബ്രെഡും ഓംലെറ്റും വാങ്ങിയിട്ട് വന്നാൽ മതിയോ, അതാണ് ചോദിക്കുന്നത്. ബ്രെഡും ഓംലെറ്റും കിട്ടും, അത് മതിയോ? ബ്രെഡ് എനിക്കിഷ്ടമല്ല, മുജെ ബ്രെഡ് പസന്ദിനിയെ. അപ്പോൾ വിജയൻ എന്ന് പറഞ്ഞ ആൾ പറയാ എനിക്ക് ബ്രെഡ് ഇഷ്ടമല്ല. ചിലർക്കൊന്നും ബ്രെഡ് ഇഷ്ടപ്പെടില്ലല്ലേ, ചിലർക്ക് ബ്രെഡ് ഇഷ്ടമുണ്ടാവില്ല,
ചിലർക്ക് പൊറോട്ട ഇഷ്ടമുണ്ടാവില്ല, ചിലർക്ക് പുട്ട് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് പേരെടുത്ത് ചോദിച്ചത് നന്നായി. അല്ലെങ്കിൽ ഇയാൾ പോയി എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ടുവന്നാൽ ഈ മനുഷ്യൻ കഴിക്കാതിരിക്കില്ലേ. അപ്പം പോകുന്നതിന് മുന്നേ ചോദിച്ചത് നന്നായി. ബ്രെഡ് എനിക്കിഷ്ടമില്ല, എങ്ങനെ പറയാ, മുझे ബ്രെഡ് പസന്ത് नहीं है. പൊറോട്ടയും ബാജിയുമായാലോ. അപ്പം നെക്സ്റ്റ് ഓപ്ഷൻ ചോദിക്കുകയാണ്, പൊറോട്ടയും ബാജിയുമായാലോ. പൊറോട്ട ഔർ ബാജി കൈസേ ഹോഗ, എങ്ങനെ ഉണ്ടാവും. പൊറോട്ടയും ബാജി എന്ന് പറഞ്ഞാൽ സബ്ജി കേട്ടോ, എന്തെങ്കിലും പച്ചക്കറികളെല്ലാം കൂടി മുറിച്ചിട്ടുണ്ടാക്കുന്നതാണ് ബാജി എന്ന് പറയുന്നത്. പൊറോട്ട ഔർ ബാജി കൈസേ ഹോഗ, പൊറോട്ടയും ബാജിയും വാങ്ങിയാൽ എങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അത് ഇഷ്ടപ്പെടുമോ, അത് മതിയോ എന്നൊക്കെയാണ് അവിടെ ഹിൻഡ് ചെയ്യുന്നത്. ഓക്കെ, പൊറോട്ട ഔർ ബാജി കൈസേ ഹോഗ എന്ന് പറഞ്ഞാൽ പൊറോട്ടയും ബാജിയും വാങ്ങിയാൽ എങ്ങനെ ഉണ്ടാവും, അത് ഇഷ്ടപ്പെടുമോ. എങ്കിൽ ഞാനും വരാം, നമുക്ക് പോയി നോക്കാം. അപ്പം പറയാം, ഓരോന്നോരോന്ന് എടുത്ത് ഇങ്ങനെ ചോദിച്ചിട്ട് അതും ഇഷ്ടമല്ല ഇതും ഇഷ്ടമല്ല അത് വേണ്ട ഇത് വേണ്ട എന്ന് പറയുമ്പോൾ നമുക്ക് പറയുന്നയാൾക്കും ചോദിക്കുന്നയാൾക്കും ബുദ്ധിമുട്ടാണ്. അന്നേരം ഇയാൾ പറയുന്നത്, എങ്കിൽ ഞാനും വരാം, നമുക്ക് പോയി നോക്കാം. അപ്പം മറ്റേ ആൾ ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും കൂടെ വരാം. എങ്കിൽ ഞാനും വരാം. ഫിർ മേ ബി ആവുങ്ക, ഫിർ മേ ബി ആവുങ്ക എന്ന് ഞാനും വരാം. അവർ ചൽക്കർ ദേഖ്തേ, പോയിട്ട് നമുക്ക് നോക്കാം. ചൽക്കർ ദേഖ്തേ എന്ന് പറഞ്ഞാൽ നമുക്ക് പോയി നോക്കാം, നമുക്ക് 2 പേർ കൂടി പോയിട്ട് നോക്കാം അവിടെ എന്താ ഉള്ളതെന്ന്. അപ്പം പിന്നെ ഒരു കൺഫ്യൂഷനും ഇല്ലല്ലോ, ഇയാൾക്ക് ഇഷ്ടപ്പെട്ടത് ചോദിച്ച് വാങ്ങുകയും ചെയ്യാം. ഈ പുള്ളിക്കാരനെ ഹോട്ടലിൽ നിന്ന് പരിചയപ്പെടുത്തുകയും ചെയ്യാം. ഹോട്ടലുകാരൻ്റെ എൻ്റെ നെയ്ബറാണോ എന്നൊക്കെ പറഞ്ഞൊന്ന് പരിചയപ്പെടുത്താനാവും. പുതിയതായി പോകുന്ന ഒരു സ്ഥലത്ത് പോകുമ്പോൾ ചമ്മൽ ഒഴിവാക്കാം അല്ലേ. ലഞ്ച് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവരാം. അപ്പോൾ ഈ രാജൻ പറയാണ് വിജയനോട്, ദുപ്പഹർ കാ ഖാന മേ ഘർ സേ ലാവുങ്ക. ദുപ്പഹർ കാ ഖാന എന്ന് പറഞ്ഞാൽ ലഞ്ചിനാണ് ദുപ്പഹർ കാ ഖാന എന്ന് പറയുന്നത്. ദുപ്പഹർ എന്ന് പറഞ്ഞാൽ ഉച്ചയാണ്, ഉച്ചക്കത്തെ ഭക്ഷണം, ഉച്ചഭക്ഷണം എന്തെന്നാ ലഞ്ച്. ലഞ്ച് മേ ഘർ സേ ലാവുങ്ക, ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവരാം. അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവർ തയ്യാറാക്കിയിട്ടുണ്ടാകില്ല, കാരണം ഇവർക്ക് അറിയില്ലല്ലോ ഇങ്ങനെ ഒരു നെയ്ബർ വരുന്നുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ ഉച്ചക്കത്തേക്കുള്ളത് ഇവർക്ക് അറിയാം, ഇനി സമയമുണ്ട്, രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള സമയമുണ്ട്. അതുകൊണ്ട് പറയുന്നത് ദുപ്പഹർ കാ ഖാന മേ ഘർ സേ ലാവുങ്ക. അതൊരു ആതിഥ്യ മര്യാദ കാണിക്കുകയാണ് അയാൾ. ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരാം, നിങ്ങൾ ഉണ്ടാക്കണ്ട, നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് വേണ്ട, അടുക്കള സാധനങ്ങളൊക്കെ വഴിയിൽ നിന്നും വാങ്ങിയിട്ടുണ്ട്. അപ്പം വിനയം പറയാണ്, രസോയി കാ സാരാ ജരൂരി സാമാൻ രാസ്തേ പർ ഖരീദാ ഹെ. രസോയി കാ, അടുക്കളയിലേക്ക് വേണ്ട, സാര മുഴുവൻ അല്ലെങ്കിൽ എല്ലാം, ജരൂരി സാമാൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം അടുക്കളയിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും രാസ്തേ പർ ഖരീദാ ഹെ, വഴിയിൽ നിന്ന് തന്നെ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഇങ്ങോട്ട് വരുമ്പം വഴിയിൽ നിന്ന് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഖരീദാ ഹെ എന്ന് പറഞ്ഞാൽ വാങ്ങിയിട്ടുണ്ട്. രാസ്തേ പർ വഴിയിൽ വെച്ചിട്ട് ഞങ്ങൾ അടുക്കളയിലേക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് ഉച്ച വരെ സമയമുണ്ടല്ലോ, ഒരു ഗ്യാസും മറ്റേതൊക്കെ സെറ്റാക്കി, അല്ലെങ്കിൽ ഇലക്ട്രിക് കുക്കർ എന്തെങ്കിലുമൊക്കെ ഉണ്ട് അവരുടെ കയ്യിൽ, അത് വെച്ചിട്ട് നമുക്ക് ഉച്ചക്കത്തേക്ക് ലഞ്ച് ഞങ്ങൾ തന്നെ ഉണ്ടായിക്കോളാം, നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇതിപ്പോൾ ഒരാൾ ആതിഥ്യ മര്യാദ കാണിച്ചിട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ നീ കൊണ്ടുപോകാമെന്ന് പറയുന്നത് മോശമല്ലേ. അതുകൊണ്ട് കേട്ടോ, രസോയി കാ സാര ജരൂരി സാമാൻ രാസ്തേ പർ ഖരീദാ ഹെ. ഭാര്യ ഇന്ന് വീട്ടിൽ തന്നെയുണ്ട്, ലഞ്ച് ഞാൻ കൊണ്ടുവരും. അപ്പം രാജൻ പിന്നെയും പറയണം, ഇന്ന് എൻ്റെ ഭാര്യ വീട്ടിലുണ്ട്. എന്നെന്താ പറയുക, ബീവി ആജ് ഘർ പർ ഹെ, എൻ്റെ ഭാര്യ ഇന്ന് വീട്ടിലുണ്ട്. ലഞ്ച് മേ ഘർ സേ ലേ ആവുങ്ക, ലഞ്ച് ഞാൻ വീട്ടിൽ നിന്നും കൊണ്ടുവരും. ഭാര്യ സാധാരണ അവിടെ ഇല്ലാത്ത ആളായിരിക്കും, ഞാൻ പോകുന്ന ആളായിരിക്കും. പക്ഷെ ഇന്ന് അവർ വീട്ടിലുണ്ടെന്ന് പ്രത്യേകം എടുത്ത് പറയണമെങ്കിൽ എന്താ, സാധാരണ അവർ വീട്ടിലില്ലാത്ത ആളായിരിക്കും, എന്തോ ജോലിക്കൊക്കെ പോകുന്നതായിരിക്കും, ലീവ് എടുത്തതോ എന്തോ ആയിരിക്കാം. ബീവി ആജ് ഘർ പർ ഹെ എന്ന് പറഞ്ഞാൽ, ബീവി എന്ന് പറഞ്ഞാൽ വൈഫാണ് കേട്ടോ, ബീവി അല്ലെങ്കിൽ പത്നി എന്നും പറയാം. ബീവി ആജ് ഘർ പർ ഹെ എന്ന് പറഞ്ഞാൽ ബീവി ഇന്ന് വീട്ടിലുണ്ട്, ആജ് എന്ന് പറഞ്ഞാൽ ഇന്ന്, ഘർ പർ ഹെ വീട്ടിലുണ്ട്. ലഞ്ച് മേ ഘർ സേ ലേ ആവുങ്ക, ലഞ്ച് ഞാൻ വീട്ടിൽ നിന്ന്, ഘർ സേ വീട്ടിൽ നിന്ന്, ലേ ആവുങ്ക കൊണ്ടുവരാം. ഇന്നത്തെ ലഞ്ച് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവരാം, ഇന്ന് എൻ്റെ ഭാര്യ വീട്ടിലുണ്ട്, അതുകൊണ്ടൊരു ബുദ്ധിമുട്ടുമില്ല, നിങ്ങൾ വിഷമിക്കേണ്ടെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഇയാളോട്. ബാക്കി നാളെ ബാക്കിക്കൽ, ഈ വീഡിയോയുടെ ബാക്കി ഭാഗം, ശേഷിക്കുന്ന ഭാഗം ഞാൻ ഈ കൺസിക്വൻറ്റ് വീഡിയോസിൽ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ വീഡിയോ. താങ്ക് യു.